ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. സത്യം പറയാലോ, വി.ഡി. സതീശൻ മേനോൻ ഇങ്ങനെ തുറന്നടിച്ച് പറയും എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഒരു മാസം തികഞ്ഞിട്ടില്ലെന്നേ, ഹണിമൂൺ പീരീഡ് കഴിഞ്ഞിട്ടില്ല. ഈ ഹണിമൂൺ പീരീഡ് കഴിയുന്ന മുമ്പ് തന്നെ ഇത്രയും വിവരം കെട്ട ആളുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ കേട്ടില്ല? ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. കേട്ടോക്കുന്നേ. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. അയ്യോ, ഞാൻ പറഞ്ഞത് തെറ്റുണ്ട്. വിവരദോഷികൾ എന്നാ പറഞ്ഞേ. ഇത്രയും വിവരദോഷികളായിട്ടുള്ള അയ്യോ മന്ത്രിസഭ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, കേരളം കണ്ടിട്ടില്ല എന്ന് വി.ഡി. സതീശൻ മേനോൻ തന്നെ പറയുന്നു. അപ്പോഴും നോക്കിയേ, എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടെന്ന് എന്തിനെങ്ങനെ പറയുന്നേ എന്ന് ഞാൻ ചുമ്മാ അങ്ങ് നോക്കുക കേട്ടോ. ഇത് നോക്കേ, വന്നില്ല, സോറി കേട്ടോ. രോഗികളെല്ലാം മരിച്ചു. സർക്കാർ പറയുന്നു ഞങ്ങളുടെ വിജയം. ഒരു രോഗം വന്ന് മുഴുവൻ ആളുകളും മരിക്കുന്നതിനെയാണോ ഒരു സർക്കാർ വിജയമായി പറയുന്നത്? അങ്ങനെ ഈ ആരോഗ്യ മേഖലയാകെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരാരോഗ്യ വകുപ്പും അതിന്റെ മന്ത്രിയും ഒരു മുഖ്യമന്ത്രിയും. എന്താ നിപ്പയുടെ കോവിഡിന്റെ അവസ്ഥ? നിപ്പ ആർക്കൊക്കെ ബാധിച്ചു? ആ രോഗികളെല്ലാം മരിച്ചു. ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തില് ഇപ്പൊ പുറത്താണ്. എന്നാൽ ഇങ്ങനൊന്നും പറയാൻ പാടില്ല. നിപ്പ ബാധിച്ചിട്ട് ഈ ഒരു ഭരണത്തിന്റെ ഭാഗമായിട്ട് ആരും മരിച്ചു പോയിട്ടൊന്നുമില്ല. ഒരാൾ വളരെ ക്രിട്ടിക്കലായിട്ടാണ്, അദ്ദേഹം രക്ഷപ്പെടാനുള്ള സാധ്യതയൊക്കെ വളരെ അധികമാണ്. കാരണം ഇവിടെ മരുന്നും മറ്റൊക്കെ സ്റ്റോക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ആ ഒരു മരുന്ന് റെഡ്ഡിസീവർ സംതിങ് ലൈക്ക് ഐ ഫോർഗെറ്റ് ദ നെയിം, എന്തായാലും ആ ഒരു മരുന്ന് വളരെ പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഭേദമാവും. അപ്പോൾ ഇങ്ങനെ ഓരോരോ സംഗതികളൊക്കെ ആവശ്യത്തിനും അനാവശ്യത്തിനും വിളിച്ചു പറയുമ്പോ വി.ഡി. സതീശൻ ചേട്ടന് അത് ഇഷ്ടമാവുമോ? അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നോക്കിയേ, ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. ശരിയാണ്. താങ്കൾ എന്നെ പറയുമ്പോൾ ഉള്ള ഒരു പ്രയാസമുണ്ട്. ഇനിയിപ്പോ അദ്ദേഹം മാത്രമാണോ എന്ന് വിചാരിച്ചപ്പോൾ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച്, നമ്മുടെ ആരാണ് 2 മന്ത്രിസ്ഥാനം ഉണ്ടല്ലോ, ആരോഗ്യമുണ്ട് പിന്നെ ദേവസ്വം ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം, അതും നിപ്പയെ കുറിച്ചിട്ട് തന്നെ. നിപ്പയെ കുറിച്ച് ഇവർക്കൊക്കെ അഭിപ്രായങ്ങളുണ്ടല്ലോ, ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കണം. അമ്മാതിരി അഭിപ്രായങ്ങളാ. ഒന്ന് കേട്ടോക്കിയെന്നേ. അല്ലാണ്ട് പണ്ട് കാലത്ത് എണ്ണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. ഓണാഘോഷിന്റെ കാലം മറന്നു. ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ നിപ ഈ വവ്വാലാണത്രേ ഈ നിപ പരത്തുന്നത്. എന്താ കെ.കരുണാകരനും A.K.ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ച കാലത്തൊന്നും വവ്വാലുണ്ടായിരുന്നില്ലേ? ഇപ്പൊ എന്താ ഇത് രോഗം പരത്താൻ കാരണം? ഭരിക്കുന്നതും ശരിയല്ല, അതുകൊണ്ട് തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ തീർച്ചയായിട്ടും അത് ഒരിക്കലും ഒരു മുഖ്യമന്ത്രിക്ക് സഹിക്കില്ല. ഇങ്ങനെ അങ്ങോട്ട് ഭരിക്കുന്നവൻ, അപ്പൊ അത് ചെറുതായിട്ടെങ്കിലും അത് വി.ഡി. സതീശനിട്ടുള്ളൊരു തള്ളല്ലേ. അപ്പൊ അത് എന്തായാലും അദ്ദേഹത്തിന് ഇഷ്ടമാവില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. ഇല്ല, കൈയടിച്ചിട്ട് അതിനെ പാസ്സാക്കണം, ഒരു രക്ഷയില്ല. അപ്പോഴാണ് നമ്മളെ ഇതിപ്പോ UDF-കാരില് കോൺഗ്രസ്സുകാർ മാത്രമാണ് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറയുന്നേ. ഒന്ന് മാങ്കൂട്ടത്തിലാണ്, ചില പെണ്ണുകേസുമായി ബന്ധപ്പെട്ടിട്ട് മന്ത്രിയാകേണ്ട മനുഷ്യനാ, ഇപ്പൊ ഒന്നുമില്ലാതെ നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ട് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. നല്ല റീച്ചുണ്ട്, കൊള്ളാം കേട്ടോ. ആള് മിടുക്കനാ, പൈസ ഉണ്ടാക്കാൻ അറിയാം. എന്തായാലും ഘടകകക്ഷികൾ ആരെങ്കിലും എന്തിലൊക്കെ പറയുന്നുണ്ടോ എന്നൊന്നും ശ്രദ്ധിക്കണ്ടേ? ഉണ്ടെന്നേ. ഇത് കേട്ടോക്കെ, എവിടെ വരൂ. ഈ സംസാരിക്കുന്ന മനുഷ്യൻ ഇപ്പൊ മന്ത്രിയാണ്. നമ്മുടെ മന്ത്രിയാണ്. അതാ പേടി.
ആ പേടിയുള്ള സമയത്ത് എനിക്ക് ബോധ്യമായി ഇതിനൊക്കെ നല്ലൊരു ഉത്തരം ആരുടെ കയ്യിലുണ്ട്? നമ്മുടെ മുഖ്യമന്ത്രി കയ്യിലുണ്ട്. ഒരു സംശയം വേണ്ട, കേട്ടോക്കിന്ന്. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. ഒപ്പമുള്ള ആളുകളെ പറ്റിയിട്ട് കൃത്യമായിട്ട് ധാരണയുള്ള ഒരാളാകുമ്പോ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതെല്ലാം ചോദിച്ചു നോക്കി ആരോട്? താങ്കള് ഇങ്ങനെയൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതിനെ പറ്റിയിട്ട് എന്താണ് ഇപ്പൊ അഭിപ്രായം എന്ന് പണ്ട് അങ്ങനെ പ്രസംഗിക്കുമ്പോൾ അങ്ങോട്ട് പറഞ്ഞു പോയതാ. അങ്ങനെയാണല്ലോ. പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ഇതൊക്കെ ഒരു ബൂമറാങ്ക് പോലെ എപ്പോഴാണ് നമ്മുടെ നെഞ്ചത്തേക്ക് വരിക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. വെളിച്ചം ചെറുതായിട്ടൊന്ന് കുറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ എൻ്റെ ലൈറ്റ് ഒന്ന് കൂട്ടിക്കോട്ടെ കേട്ടോ സുഹൃത്തുക്കളെ. ഇപ്പൊ കൂടിയില്ലേ? കൂടി ചെറുതായിട്ട്. അപ്പോ എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ശാസ്ത്രീയമായിട്ട് പറയുക. ശാസ്ത്രീയമായിട്ട് പറയണമെങ്കിൽ അത് അങ്ങനെ അറിയണമല്ലോ. അപ്പൊ കേട്ടോക്ക്. അല്ല, എന്റെ അന്ന് ശ്രദ്ധിക്കാത്ത പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കാണുന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അന്ന് ശ്രദ്ധിച്ചു, അന്നേ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഇത്രയും വിവരം കെട്ട വർത്തമാനമൊക്കെ പറയുന്ന ആളുകളെ എന്നും ശ്രദ്ധിക്കപ്പെടും. അതല്ലേ ഇതൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. നിങ്ങളെന്താ വിചാരിച്ചേ? ഗാലറി എന്നിട്ട് ഇങ്ങനെ കളി കണ്ട് ഇങ്ങനെ കൈയടിക്കരുന്നു. ഗോൾ പോസ്റ്റ് സംഗതിയൊക്കെ നിങ്ങളെ കയ്യിലായി. നിങ്ങൾ കളത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ അന്ന് കിട്ടിയതിന്റെ ഇരട്ടി കിട്ടും. ഒരു മടിയില്ലാതെ കിട്ടും എന്നുള്ളതാണ്. കാരണം സോഷ്യൽ മീഡിയ കാലഘട്ട എല്ലാതും അവിടെ കിടക്കുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും ഓരോന്നുണ്ട്. ഇങ്ങനെ പൊന്തി വരും. എന്തായാലും കേൾക്കാം. കുട്ടി അതൊക്കെ ഇടുന്നു എന്നുള്ളതുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എന്നെ എത്ര പ്രതികൂട്ടിലാക്കാൻ ശ്രമിച്ചാലും അങ്ങനെ കുറെ പ്രസംഗങ്ങളും അങ്ങനെ കുറെ അഭിപ്രായങ്ങളും മുഖ്യമന്ത്രിയും ഞങ്ങളൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സർക്കാരിൽ 102 സീറ്റ് കിട്ടി ഞങ്ങൾ അധികാരത്തിൽ വന്നത്. അപ്പൊ എന്താ വോട്ട് ചെയ്ത ആൾക്കാരെ മുഴുവൻ പൊട്ടന്മാരെന്ന് വിളിക്കുക? അയ്യോ, അത് പാടുണ്ടോ? നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ള ഒരു സമയം ദയവ് ചെയ്തിട്ട് നമുക്ക് തന്നാൽ മതി. നിങ്ങൾ നിരാശപ്പെടില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എല്ലാരും പറയുന്നുണ്ട് ഇപ്പൊ ഹണിമൂൺ പീരീഡ് ആണ്, ഞങ്ങളൊന്ന് ഭരിക്കാൻ സമ്മതിക്കൂ, ഒന്ന് ബോധ്യപ്പെടുത്താൻ സമ്മതിക്കൂ. എന്തോന്ന് എന്റെ സുഹൃത്തുക്കളെ, എന്ത് വർത്തമാനേ പറയുന്നേ. നോക്കൂ, കൊറോണ ഇപ്പൊ നിപ്പണ്ട് വന്നു. നിപ്പ വന്നിട്ട് അങ്ങോട്ട് പടർന്ന് പന്തലിച്ച് പണ്ടാറടക്കി. ആ സമയത്ത് ഇങ്ങോട്ട് ഗവൺമെന്റിന് വന്നിട്ടല്ലേ ഉള്ളൂ, നമുക്ക് കുറച്ച് സമയം കൊടുത്ത് കളയാം. നോക്ക്, മഴക്കാലാണ്. ഇപ്പം അങ്ങോട്ട് പെരുമഴ കൊണ്ട് പെയ്തു. പണ്ടത്തെ പ്രളയം വീണ്ടും ഉണ്ടാക്കപ്പെട്ടു എന്ന് വിചാരിക്കും. അത് വീണ്ടും ഉണ്ടായി വിചാരിക്കും. എന്തായിരിക്കും അവസ്ഥ? ആ സമയത്ത് ഇവരിപ്പോ ഹണിമൂൺ പീരീഡിലാണ്, നമുക്ക് കുറച്ച് സമയം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ശവം ഒഴുകി നടക്കൂടെ ഇവിടൊക്കെ? എന്ത് വർത്തമാനം ഈ പറയുന്നത്? കൃത്യമായ ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ഞാൻ പറയണം. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേ രീതിയല്ല. പ്രതിപക്ഷത്തിരുന്നാൽ അതിശക്തമായി വിമർശിക്കുക തന്നെ ചെയ്യേണ്ടത്. ഒരു സംശയമില്ല. ഞാൻ പ്രതിപക്ഷത്തിരുന്ന് നടത്തിയ പ്രസംഗം ഒരു മന്ത്രിയായിട്ട് എനിക്ക് ഭരണപക്ഷത്തിരുന്ന് നടത്താൻ പറ്റുമോ? എന്റെ പൊന്നു സുഹൃത്തെ, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾ വിമർശിക്കണം. പക്ഷെ ആ വിമർശനം ശാസ്ത്രീയമായിരിക്കണം. കോഴിക്കോട്ടത്തെ വവ്വാലുകൾ മാത്രം എന്താ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നേ എന്നീ തരത്തിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കരുത് എന്നുള്ളതാണ്. അത് എഴുന്നള്ളിച്ചു കഴിഞ്ഞാൽ ആളുകൾ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്, ഇല്ലയോ? എന്തൊക്കെ തന്നെ മതം പറയുമെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ മതത്തിന് മുമ്പിൽ പോയിട്ട് കുമ്പിട്ടുകൊണ്ട് ഒരു കാര്യമില്ല. അതിനെ ഈ ഡോക്ടേഴ്സും നമ്മുടെ ശാസ്ത്രവും പറയുന്ന ആ ഒരു പ്രോട്ടോക്കോളൊക്കെ പാലിച്ചേ ഒക്കൂ എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടാ? ഒരു കാലം നമ്മളെല്ലാവരും പള്ളിയും വേണ്ട, പട്ടക്കാരും വേണ്ട, നമ്പൂരും വേണ്ട, മൊയിലാരും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചുംബനവും വേണ്ട, ഉമ്മയും വേണ്ട, കെട്ടിപ്പിടുത്തും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ അകത്തിരുന്ന് ഓർമ്മയില്ലേ? അന്ന് എവിടെയായിരുന്നു ദൈവങ്ങളൊക്കെ? അവറ്റകൾക്കും എന്താ പറയുക, കൊറോണ പിടിച്ചോ എന്നൊക്കെ സംശയം തോന്നുന്ന രീതിയിലായിരുന്നില്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതാണ് അവസ്ഥ. എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ ദൈവങ്ങളൊന്നും വരില്ല, മനുഷ്യന്മാർ തന്നെ മരുന്ന് കണ്ടെത്തണം. അല്ലെങ്കിൽ എന്താവും? പെട്ടുപോകും. പണ്ടത്തെ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ബൈ.